ടു അത്തുനൈറ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളെ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട്. മാസി അമ്മ നല്ല ട്രിപ്പല്ലേ. നൈറ നല്ല ഉറക്കം കേട്ടോ. അപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് പുതപ്പിച്ചിട്ടത് അവളെ. അങ്ങനെയുണ്ട്. കുഞ്ഞു ഉറങ്ങുന്നതുകൊണ്ട് ഞങ്ങൾ മായ തന്നെ ചില്ല് ചെയ്തിട്ട് എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇതാ സൂവിൽ പോകാൻ വേണ്ടിയിട്ട്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മമ്മീനെ കാണിച്ചാ മമ്മി കേറി കുതിരിക്കുന്നുണ്ട്. കേറി ഇരിക്കുക. കുട്ടിയുടെ അടുത്തിന്റെ എനർജി ആയിട്ട് ഫുൾ കുട്ടീനെ എടുക്കണം കേട്ടോ. ആസി ഞങ്ങക്ക് വേണ്ടിയിട്ട് സ്ഥലം കണ്ടുപിടിച്ചു ഗൈസ്. നയറ് എപ്പോൾ എണീക്കുമെന്ന് ഇങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. മാസി ഫുള്ള് ഇന്ന് തീറ്റയാണ്. കഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് 2 പാനിപ്പൂരി തട്ട്. ഇത് മറ്റേ ഫ്രൂട്ട് ഫീൽഡാ അല്ല, ഇത് അതില്ല അവിടെ. ബ്ലൂബെറി. പിന്നെ ഉറക്കിയിട്ട് അമ്മയും മാസിയും അമ്മമ്മയൊക്കെ ഇരുന്ന് ഭീമിന് കാണുന്നു. അമ്മത്തേ സൂവിൽ കയറാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഉത്സവ പറമ്പിലില്ലേ ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അത്രയും തിരക്കായിരുന്നു. ടിക്കറ്റ് കിട്ടി. സൂവിൽ ഞങ്ങൾ കയറാൻ പോകുന്നു. ഇതെന്താ സൂവിലേക്ക് വിത്തിലിട്ട് സൂവിലെത്തുന്നതിന്റെ മുന്നേ അപാര ചെക്കിങ് ആയിരുന്നു. ഞങ്ങളെ കുഞ്ഞുവിന്റെ സ്നാക്സ് വരെ വലിയ ചെക്കിങ്. അതെ, സ്നാക്സ് വരെ കവറിലാക്കി തന്നു. കവറല്ല, പേപ്പർ കവറിൽ. ആ സ്നാക്സ് നമ്മളെ നൈറ ബേബിക്ക് മനസ്സിലായത് കേട്ടോ ഇത് സൂവിലാണെന്ന്. എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ് നൈറ. കുഞ്ഞു എന്തായാലും നമ്മൾ കാണിച്ചു കൊടുക്കട്ടെ. അതിനൊന്നും പിടിക്കാൻ പറ്റില്ല. ഈ സൂവിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തായാലും നല്ലോണം കാണാനുണ്ട് കേട്ടോ. ഒരുപാട് ആനിമൽസും ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബട്ടർഫ്ലൈസ് ഉണ്ട്, പിന്നെ സ്നേക്കിൻ്റെ ആ ഒരു സംഭവം ഉണ്ട്, എല്ലാം ഉണ്ട്. വെറൈറ്റി ആനിമൽസും ബേർഡ്സിനൊക്കെ ഞാനിവിടെ കണ്ട് ഗൈസ്. നൈറ ബേബീൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ അവളിങ്ങനെ എന്താ പറയുക, നമ്മൾ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ തന്നെ അതിനെക്കൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര അത്ഭുതം. നല്ല തിരക്കാണ് ഗായ്സ്, നല്ല തിരക്കാണ്. ഞങ്ങളൊക്കെ കണ്ടില്ലേ, ഭയങ്കര ടയേർഡായി. കുറേ നടക്കാനും ഉണ്ട്. പക്ഷെ നൈറ ബേബി നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. ലയൺ നല്ല ഉറക്കത്തിലായിരുന്നു. കുട്ടികളിങ്ങനെ ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പം അതിങ്ങനെ ഇടയ്ക്ക് എണീച്ചിട്ടുണ്ടായിരുന്നു, പിന്നെയും കിടക്കും, അങ്ങനെ കളിക്കുമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ലയണിനെ കാണുന്നത്. നൈറ ബേബിനോട് ഞാൻ പറഞ്ഞു. അപ്പം നൈറ ബേബിക്ക് കാണുന്നുണ്ട് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ മാസീൻ്റെ അടുത്തേക്ക് കൈമാറി. ഇനി ഞാനും എൻ്റെ അമ്മയും നടക്കട്ടെ അല്ലേ അമ്മ? നടന്നു നോക്കട്ടെ അഞ്ജലി മുഖം. കുഞ്ഞു ഇപ്പൊ എവിടെ? നൈറൻ്റെ ടോയ്സിലെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ ഹിപ്പോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കണ്ടിട്ട് ഇത്ര എക്സൈറ്റ്മെന്റ്. കുട്ടീനെ ഞാൻ അവിടെ കൊടുത്ത് ഇനി ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് നടത്താന്ന് വിചാരിച്ചത്. പക്ഷെ ഫ്രീ അല്ല, ലോഡ് ബാക്കിലും സൈഡിലൊക്കെ ഉണ്ട്. ഇപ്പോഴേ ഒരു കൂട്ടസമ്മേളനം നടക്കുന്നുണ്ട് ഇവിടെ. നടന്നു നടന്നു നടന്നു.
ഹിപ്പനോട് ബൈ പറഞ്ഞാള് കുഞ്ഞു. ബൈ. സങ്കടായി മോളെ. ആ ടാറ്റ. എടി കള്ളി. ബൈ ബൈ ഹിപ്പോ. See you ഹിപ്പോ. Bye. Yeah, good girl. ഫസ്റ്റ് ടൈം ആണ്. നമ്മളൊക്കെ ചത്ത് ഗൈസ്, ചത്തു. നല്ല ടൈം നോക്കി ചത്ത് ഗൈസ്, ഞങ്ങൾ ചത്ത്. സ്റ്റിൽ വി ആർ വാക്കിംഗ്. പക്ഷെ കുഞ്ഞു നല്ല ഉഷാറായിട്ടുണ്ട്. ഇതാരത്? ടാറ്റാ. ബൈ. അമ്മ ബായ് പഠിച്ചു. കുഞ്ഞു ഫസ്റ്റ് ടൈം ബായ് പഠിച്ചു കേട്ടോ. കുഞ്ഞു മാഷി പാല് തരാണോ പെണ്ണിന്? ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു. ടയേർഡായി. മാസിയും ടയേർഡായി, മോളും ടയേർഡായി. സുബ്രഹ്മണ്യനെ കണ്ടു. കിടക്കും നോക്ക്. പിന്നെയും അമ്മ അടുത്തെത്തി പൊന്നു അല്ലേ? ഈ സ്നേക്കിൻ്റെ ഇതിനുള്ളിൽ കയറിയപ്പം അവിടെ ഫോൺ യൂസ് ചെയ്യരുതെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ചെറിയൊരു ക്ലിപ്പ് എടുത്ത് എന്നെ കൊണ്ട് കേസ് എന്നെ കൊണ്ട്. ഇങ്ങനെ ഗായ്സ് ഞങ്ങൾ സൂ എല്ലാം കറങ്ങി. ഇത് ലാസ്റ്റാണ്. ഇവിടെ തട്ടാൻകുട്ടി കാണുന്നില്ല. ഒരു മിനിറ്റ്, ഇതൊന്ന് പിടിക്ക്. കാണുന്നില്ല. ഇതൊരു തട്ടക്കുട്ടി. ഒരു ബായ് പറഞ്ഞാള്. ബായ് ബായ് ബായ്. എല്ലാരും ഒരു ബായ് ഫ്ലൈങ് കിസ് കൊടുത്താള്. ഒരു ഫ്ലൈങ് കിസ്. എനിക്ക് തന്നെയാന്ന് തോന്നുന്നു കുഞ്ഞോ പണി തരാൻ വന്നത്. പോയി പാനിപ്പൂരി വാങ്ങണേ. ബെസ്റ്റ്. ഇങ്ങനെ ഞങ്ങളെ കാറിനും വെയിറ്റ് ചെയ്തിട്ട് മമ്മീന്റെ മകൾ നോക്കിയിട്ട് ഞങ്ങൾ കാറ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് നല്ല തട്ട. ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫുഡ്. കുറേ കാറിൻ്റെ ഉള്ളിൽ നിന്ന് കളിച്ച് അവസാനം നൈറ ഉറങ്ങി കേട്ടോ. ഇപ്പം ഞങ്ങൾ പോകുന്നത് വർക്കലയിലേക്കാണ്. അപ്പം കുറച്ച് അവിടെ വർക്കലേൻ്റെ അടുത്തെത്താനായി. ഇപ്പം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നതാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ വർക്കലയിലെത്തി. വർക്കലയിൽ ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് പുത്തൂരം ആയുർവേദിക് റിസോർട്ടായിരുന്നു. അത്യാവശ്യം നല്ല അടിപൊളി റിസോർട്ടാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയുക, ഒരു നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു അവിടെ. നമ്മളെ അടുത്ത റൂം സെറ്റ് ആയിട്ടുണ്ട് ഗായ്സ്. നമ്മുടെ വർക്കല എത്തി. ഇവിടെ ഒരാൾ വന്നിട്ട് വേഗം ചായ ഒക്കെ ഉണ്ടാക്കുന്ന അമ്മേ. കുഞ്ഞിനെ ഞാനിത് ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട്. അവൾക്ക് ഫുഡ് കൊടുക്കാനാണ്. ഫുഡ് ചോറും കുറച്ച് തൈരും ഉണ്ട്. അതേപ്പോൾ കൊടുക്കാനേ വർത്തിയുള്ളൂ. കുഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ മേലെ സൈഡാണ് ഇത്.
ഫുഡ് ഒരു രക്ഷയില്ല. നല്ല മീനും ചെമ്മീനും സ്ക്വിഡും പൊറോട്ടയും പിന്നെ ഞാൻ ഹൈറയ്ക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡാട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ ആണെങ്കിൽ നല്ലൊരു എന്താ പറയുക, ഒരു ആംബിയൻസ് ആണ് അവിടെ, നല്ല രസമുണ്ട്. ഒരു മിനി ഗോവ എന്ന് തന്നെ പറയാം. പിന്നെ ഞങ്ങൾ ചെമ്മീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തവ ഫ്രൈ അടിപൊളിയാട്ടോ. പിന്നെ ആ ദിവസം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അത്ത ഡയറ യൂട്യൂബ് ചാനലിലൊക്കെ. ഞങ്ങളപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ചിട്ടൊന്നുമില്ല, നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു, ഇവിടുത്തെ കോംപ്ലിമെൻ്ററി. അപ്പം അമ്മ താഴോട്ടാ. അപ്പം നമ്മൾ കഴിക്കട്ടെ. കുഞ്ഞ് ഗുഡ് മോർണിംഗ് വരെ എല്ലാവരും. ഗുഡ് മോർണിംഗ്. അമ്മമ്മേനെ നോക്കുകയാണ് അവൾ. അപ്പം ബൈ, ഞങ്ങൾ കഴിച്ചിട്ട് കാണാം കേട്ടോ. ഇതാണ് നമ്മൾ നിൽക്കുന്ന റിസോർട്ട്, പുത്തൂരം ആയുർവേദിക് റിസോർട്ട് എന്നാണ് ഇതിൻ്റെ നെയിം. അടിപൊളിയാണ്. ബീച്ച് വ്യൂ ഒക്കെ ഉണ്ട്. അതെവിടെയാണ് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ ഇൻസൈഡ്. പിന്നെ മാസി എത്തി ഗൈസ്. നൈറ അമ്മമ്മ എവിടെ പോവാ? അയ്യോ, നൈറ അമ്മമ്മേനും കാണുന്നില്ല. ടാറ്റ പോവാ. ഫോട്ടോ എടുക്കാം നമുക്ക്. വാ അമ്മ, പൊട്ടിക്കല്ലേ. ഇത് പൊട്ടെടുത്തില്ല ഈ ദുഷ്ടത്തി. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നതാട്ടോ. രാവിലത്തെ അതേപോലെ തന്നെയുള്ള അടങ്ങിയിരിക്കുന്നോ. മാസി മോള് ഒരേ ഡ്രസ്സാണുള്ള കളറ്. ഞങ്ങൾ പിന്നെ എങ്ങനെയാണല്ലോ എപ്പോഴും പിടിക്കണ്ട്. ഇതൊക്കെ പിന്നെ എല്ലാവരുടെ ഹായ് തന്നാലും ഹായ് വികൃതിമൊക്കെ ആക്കി വെച്ചതാ. കുഞ്ഞമ്മത്തെ കുഞ്ഞു എലിഫന്റ് എവിടെ? എലിഫന്റ് കുഞ്ഞു എലിഫന്റ് എവിടെ? എലിഫന്റ് ലയൺ ലയൺ. ആ തള്ളിയിടരുതേ. കുഞ്ഞോ അമ്മ തിന്നാ. ഹലോ, അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ എവിടെയും പോയി. ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമായി ഗൈസ്. ഞങ്ങൾ ഫുഡ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് പിന്നെ നൈറ പിന്നെ ഉറങ്ങി. നൈറനെ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ അഞ്ജലി വീഡിയോ ഒക്കെ എടുത്തിട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. നൈറ ഉറങ്ങുന്നത് മെല്ലെ പറയുന്നത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ നൈറ ഇപ്പോൾ എണീച്ചിട്ടില്ല. എണീപ്പിക്കൂല. എണീക്കുന്നവരെ കാത്തിക്കുക. കിട്ടിയ ചാൻസിന് എണീപ്പിക്കുക അല്ലേ. എന്തായാലും ഞാൻ എണീക്കൂല. ഹലോ, ഞങ്ങളങ്ങനെ നൈറ്റ് ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിന് കറങ്ങാനൊക്കെ പോവാണ്. കാരണം നമ്മൾ നൈറ ബേബീൻ്റെ ഔട്ട്ഫിറ്റ് അതിൻ്റെ കൂടെ നമ്മളെ മാസിക്ക് ചാടി വന്നിട്ടുണ്ട്. അമ്മമ്മ എവിടെ?
അമ്മ തിരക്കില്ല, അമ്മമ്മ ചെരുപ്പില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഔട്ട്ഫിറ്റൊക്കെ കാണാൻ. എത്ര വലിയ ഔട്ട്ഫിറ്റൊന്നും അല്ലാതെ പിന്നെ കുട്ടിക്കേനെ കൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ടാറ്റ പോയിട്ട് വരാം. ഓക്കെ, ബൈ. അമ്മമ്മേ നോക്കമ്മമ്മേ, ബൈ. എന്താ കുഞ്ഞു ഇങ്ങനെ പോകാൻ വെച്ചേ? ബൈ. നൈറ ഫുൾ വൈബാണ് ഗൈസ്, നൈറ ഫുൾ വൈബാണ്. ഇവിടെ എല്ലാ കഫേസിന് മുന്നിലാണെങ്കിലും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിന് മുന്നിലാണെങ്കിലും കുറേ മീൻ വെച്ചിട്ടുണ്ടാവും. അതിൽ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് കഴിക്കട്ടോ. അതിൽ നല്ല അടിപൊളി. ഞങ്ങളൊരു കഫേയിൽ കയറിയിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. നല്ല സോങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം എൻജോയ് ചെയ്തു നമ്മൾ. ബോബോനെ നോക്കുക. ഞങ്ങള് എവിടെ പാട്ട് കേൾക്കുന്നു അവിടെ ഞങ്ങൾ ഡാൻസ് ആണ്. ഞങ്ങൾ ഫുൾ പാർട്ടി മൂഡാണ്, പാർട്ടി മൂഡാണ്. കുഞ്ഞു നടക്ക്, നടന്നു അവിടെ ആ സാധനത്തിൻ്റെ അമ്മടുക്കല്ലേ. ഇന്ന് നമ്മളെ കുഞ്ഞൂന് റൈസും പിന്നെ അതാ കുറച്ച് പൊട്ടറ്റോൻ്റെ കിട്ടിയിട്ടുണ്ട്. ആം കൊടുക്കട്ടെ കുഞ്ഞു, ആം തേറ്റമ്മ. അതിൻ്റെ ഉള്ളിൽ കൂടെ വാട്ടർമെലനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ ലാസ്റ്റ് നൈറ്റാണ് വർക്കിലെത്തത്. അപ്പം നൈറ ബേബി ഉറങ്ങി, അമ്മയും അവളടുത്ത് പോയിട്ട് ഉറങ്ങി. ഞാൻ അവൾക്ക് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി ഉറക്കി കിടത്തി. അപ്പം ഞാനും അഞ്ജലിയുമാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് സിസ്റ്റേഴ്സ് ടൈം ആക്കി അല്ലേ? അപ്പം നമ്മൾ കുറച്ചിങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നാളെ കാണാം കേട്ടോ. ഹലോ, അങ്ങനെ നമ്മൾ വീണ്ടും എത്തി. അപ്പം ഞങ്ങൾ പോവാട്ടോ വീട്ടിലേക്ക്. അപ്പം നമ്മൾ വർക്കിലേനോട് ബൈ 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 പറയാൻ. അമ്മ ദാ അവിടെ അഞ്ജലിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അഞ്ജലി ഇപ്പോൾ വരും. എന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലുലുവിലേക്ക് പോകും. ഞങ്ങളെ ട്രെയിന് 5 മണിക്കാണ്. അപ്പം അതുവരെ നമ്മൾ TVMൽ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നടക്കും. ലുലുവിൽ പോയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും അവിടെ. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. ഒക്കെ വരുന്നുണ്ടോ? നമ്മൾ നൈറ ബേബിക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. നല്ല രസമായിരുന്നു കേട്ടോ 2 ദിവസം ഇവിടെ. പിന്നെ എന്താ, അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവരും ഒരു ബൈ ബൈ പറഞ്ഞാൽ. ബൈ ബൈ. ഇതാ അഞ്ജലി ബൈ ബൈ. ബൈ ഗൈസ്. കുഞ്ഞുണ്ടായി ബേബി ബൈ ബൈ. ഞങ്ങളപ്പം തിരിച്ചു പോകുമ്പം ഒരു കഫേയിൽ കയറിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മൻ്റെ കൂടെ ദാ നൈറ ബേബി ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും. കുഞ്ഞുമുത്തേ, കുഞ്ഞുമുത്തേ, അമ്മൂത്തേ. ബീച്ചിൽ അമ്മ ഇന്നുണ്ട് മുത്ത. അമ്മ തമിഴ് കുത്തല്ലേ? അമ്മാമിൻ്റെ കണ്ണ് കുത്തരുത്. ഹെവി ഫുഡൊന്നും കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ നമ്മളൊരു പാൻ കേക്ക് വാങ്ങി, പിന്നെ ബ്രെഡ് ആൻഡ് ഓംപ്ലേറ്റ് വാങ്ങി കഴിച്ചു കേട്ടോ.
അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. ലുലുവിൽ കയറാൻ ഇനി ടൈമില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ആര്യഭവനിൽ വന്നതാണ്. അമ്മം ചിന്നാൻ അല്ലേ, പെണ്ണിന് അമ്മം വേണ്ടേ? കുറച്ച് കളിയോട് തല മുട്ടും. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. പെട്ടെന്ന് തന്നെ ട്രെയിൻ കയറി. പിന്നെ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ കോഴിക്കോട് എത്തി. ഇപ്പം സമയം എത്രയെന്ന് അറിയോ? 1 മണി. എന്നിട്ട് ഇതാ ചിരിച്ചിരിക്കുക അവിടെ. ഫുൾ പവർ. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. അപ്പോൾ ബൈ ബൈ. ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഒരു 1.5 ആയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ച് നല്ല തിരക്കുണ്ടാവുമായിരിക്കും ന്യൂ ഇയർ ആയതുകൊണ്ട്. പക്ഷേ അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പിന്നെ കട്ട് റോഡ് കൂടെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഗൈസ് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ എത്തി. അവസാനിപ്പിക്കുകയും വൈൻഡപ്പ് ചെയ്ത്. ഇവിടുത്തെ ന്യൂ ഇയർ പാർട്ടി കഴിഞ്ഞോ? ഇവിടെ ഫുൾ ജിൽ ജിൽ ജില്ലാണ്. ഏത് സ്ഥലാ കുഞ്ഞു? മുഖമൊക്കെ മാറിയല്ലോ. ഇനി മതി ട്രിപ്പ്. ഇനി വീട്ടിൽ പോയി ഉറങ്ങുക. ഓക്കെ. അങ്ങനെ ഞങ്ങൾ വീടെത്തി ഗൈസ്. വീടെത്തി. അമ്മേ കുഞ്ഞോ. ഹലോ എവ്രി വൺ. അപ്പം രാത്രി 2 മണിക്കാവാനായി. ഇതാ ഈ പെണ്ണ് എപ്പോഴും പാല് കുടിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഉറങ്ങണ്ടേ? അപ്പം ഞങ്ങളെ ട്രിപ്പ് കഴിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അത്രയൊന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കുറേ ഒന്നും. ഇവള് എന്താ പറയുക, ഞാൻ ഒന്നെങ്കിൽ ഐറേനെ എടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഓരോ തിരക്കായിപ്പോൾ. ചിലതൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ 2 ദിവസം നല്ലതായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പത്മനാഭസ്വാമി ക്ഷേത്രം, അങ്ങനെ ക്ഷേത്രത്തിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ വർക്കല മാത്രം പോയിട്ടുള്ളൂ. പിന്നെ ഇവിടെ വെച്ചിട്ട് ട്രാവൽ ചെയ്യാൻ ഓക്കെയാണ്. പക്ഷെ എന്നാലും അതിൻ്റേതായിട്ടില്ല കുറച്ച് ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും കേട്ടോ. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഇവള് അമ്മേൻ്റെ അടുത്തോ അല്ലെങ്കിൽ അഞ്ജലിൻ്റെ അടുത്തോ അങ്ങനെ പോകുന്നില്ല, എന്നെ വിട്ടിട്ട് പോകുന്നില്ല. അപ്പം ഞാൻ ഫുൾ ടൈം ഞാൻ എടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് എൻ്റെ നടുപ്പുറൊക്കെ പോയിട്ടുണ്ട്. ഇരുന്ന് കേൾക്കാം. അപ്പോൾ എന്താ പറയുക, കൈ വേദന എടുക്കുക, ബാക്ക് പെയിന് എല്ലാം കൂടി എന്താ പറയുക, ഭയങ്കര ടയേർഡായിപ്പോയി. ഇനി അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം. ഇനി ഇവിടെ കുറച്ച് വലുതാവട്ടെ. നടക്കാനായാൽ സുഖമായിരുന്നു. പക്ഷെ എല്ലാവരും പറയും നടക്കാനായാലാണ് പാടെന്ന്. എന്തായാലും നോക്കണം. പക്ഷേ ഓക്കെയാണ്, കുഴപ്പമില്ല. ഞാൻ എന്താ പറയുക, ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കൂടിയാട്ടോ ഈ ഒരു ട്രിപ്പ് പോയത്. അപ്പോൾ നമ്മൾ 2024 ലാസ്റ്റ് മീൻസ് അതായത് 24-ലാണ് നമ്മൾ ട്രിപ്പ് പോയത്. നൈറിൻ്റെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു. അപ്പോൾ 24 ലാസ്റ്റ് ട്രിപ്പായിരുന്നു. ഇനി 25-ൽ നല്ലൊരു സ്ഥലം ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ അത്രയ്ക്കുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഞങ്ങളെ ട്രിപ്പ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പം അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. Bye bye. Good night.